ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നെയ്യപ്പമാണ്. അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പഴം ചേർക്കുന്നില്ല, ഈ മാവ് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അതുപോലെ അരി കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ അരി അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് ഈ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ്, ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ സാധാ അരിപ്പൊടിയാണ്. ഇനി വേണ്ടത് 1 കപ്പ് മൈദയും കൂടിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്ന പാത്രത്തിൽ തന്നെ ബാക്കിയെല്ലാം എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ റവ, നെയ്യ്, കറുത്ത എള്ള്, പിന്നെ ഏലക്കാപ്പൊടി, തേങ്ങാക്കൊത്ത്, നല്ല ജീരകം, പിന്നെ ശർക്കര 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര എടുക്കുക കേട്ടോ, എന്നാലാണ് നല്ല കളർ നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ്, ഒരു 1/2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്കിത് ഒരുപാട് ചൂടാറാനൊന്നും വെക്കണ്ട. നമുക്ക് ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് ആ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുത്ത് വെക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, പക്ഷെ നെയ്യപ്പത്തിന് ഇതൊക്കെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാലൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, റവ കൂടുതലാവരുത്. റവ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം പൊട്ടി പോകും. ഇനി ഇതിലേക്ക് നല്ല ജീരകം, കറുത്ത എള്ള്, പിന്നെ ഏലക്കാപ്പൊടി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ റവ കൂടുതൽ ചേർക്കാതെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പൊടി, മൈദ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കൂടുതലും മൈദ കുറച്ച് കുറവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കണ സമയത്ത് ഇങ്ങനെ മാവ് മുകളിൽ നിന്ന് ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ പരുവം വേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇൻ കേസ് ശർക്കരപ്പാനി തീർന്നു പോയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു പരുവം ആവുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്ത് ചേർത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കുമായിട്ടും അല്ലാത്തൊരു പാകത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അത് ഇതുപോലെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. അന്നേരം നന്നായിട്ട് ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. നന്നായിട്ട് പൊങ്ങി വന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും കളറ് ചേഞ്ച് ആവണ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ഉൾഭാഗം വേവേയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയാണെങ്കിൽ അന്നേരം കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചുട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, പിന്നെ അരി കുതിർത്താൻ നടക്കേണ്ട ആവശ്യമില്ല, പഴവും ചേർക്കണ്ട. പഴം ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചീത്തയാവുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ അറിയിക്കുക.
അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്